KU ജനീഷ് കുമാർ MLA-യുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി PC വിഷ്ണുനാഥ്. MLA-യെ വിളിച്ച് യോഗം സംഘടിപ്പിച്ചത് താനാണ്. MLA ഉന്നയിച്ച പ്രകാരം കർഷകർക്കുള്ള ആനുകൂല്യവും മന്ത്രിസഭ വർദ്ധിപ്പിച്ചു. ഒരിക്കലും ഉന്നയിക്കാൻ പാടില്ലാത്ത ആരോപണങ്ങളാണ് MLA ഇപ്പോൾ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. ഞാനും അദ്ദേഹം കൂടെ കോന്നി അസംബ്ലി മണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ല. ഞാൻ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ താലൂക്ക് ഓഫീസിലെത്തി. ഞാനും അദ്ദേഹവും തമ്മിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം നടത്തി. അവിടെ അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു പ്രശ്നം, കാർഷിക മേഖലയിൽ വലിയ നഷ്ടമുണ്ടായി. ഇപ്പോഴുണ്ടാകുന്ന നഷ്ടപരിഹാരം അത് മതിയാവില്ല. അത് ഞങ്ങൾ ക്യാബിനറ്റിൽ ഈ പ്രദേശങ്ങളിൽ പോയി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, മുഖ്യമന്ത്രിയുടെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് 25% കാർഷിക മേഖലയിലെ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഗവൺമെൻറ് എടുത്ത് പ്രഖ്യാപിച്ചു. 25%. മനസാക്ഷിയുള്ള ഒരാൾ പറയൂ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയതാണെന്ന്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത. അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് ജനീഷ് കുമാർ പറയുന്നത്. KPCC വൈസ് പ്രസിഡന്റ് നിലവാരത്തിൽ മന്ത്രി പ്രവർത്തിക്കുകയാണെന്നും ജനീഷ് കുമാർ പറയുന്നു. ഞാൻ പറഞ്ഞതെന്താ, കോന്നിയിൽ അന്ന് രാവിലെ അദ്ദേഹം മാധ്യമത്തിനോട് പ്രതികരിക്കുന്ന ഞാൻ കേട്ടു. കോന്നിയിൽ ഒരു നഷ്ടവും കാര്യമായി സംഭവിച്ചിട്ടില്ല. ഏതാ മുഖ്യമന്ത്രി വന്ന യോഗം എന്നെ അറിയിക്കാഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചപ്പോഴും, മുഖ്യമന്ത്രി അവിടെ എന്താ സന്ദർശിക്കാഞ്ഞത് എന്ന് നിങ്ങൾ ചോദിച്ചപ്പോഴും നിങ്ങളോടാണ് പറഞ്ഞത് കോന്നിയിൽ കാര്യമായ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം അവിടെ റൂമിൽ ഇരുന്നിട്ട് കാര്യമില്ല, അദ്ദേഹം ഫീൽഡിൽ വരണം, ഫീൽഡിൽ വന്ന് ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ ജീവൻ അപകടമുണ്ടായെങ്കിൽ മാത്രമേ അത് കാര്യമായ നാശമായി നിങ്ങൾ കണക്കാക്കത്തുള്ളൂ. അത് കോന്നിയിൽ നിന്ന് 35, 30, 40 കിലോമീറ്റർ ദൂരെയാണ് ഈ പറയുന്ന ദുരന്തമുണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത്രയും പറഞ്ഞതിന് ശേഷമെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രി PC വിഷ്ണുനാഥ് ആ സ്ഥലം സന്ദർശിക്കേണ്ടായിരുന്നോ? PS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ജനീഷ് കുമാറിന്റെ പ്രതികരണത്തിൽ ഫോട്ടോ സഹിതം മറുപടി നൽകിയിട്ടുണ്ട് മന്ത്രി PC വിഷ്ണുനാഥ്. എന്താണ് ഈ ഒരു തർക്കത്തിന്റെ തുടക്കം, എങ്ങനെയാണ്? സ്മൃതി, പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റി എന്നുള്ള വ്യാപകമായ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ച് ജനീഷ് കുമാർ ആയിരുന്നു. അതിൽ ഈ കോന്നിയിൽ സന്ദർശനം നടത്താതെ മുഖ്യമന്ത്രി മടങ്ങിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വിമർശനം. അതിൽ തന്നെ PC വിഷ്ണുനാഥിനെ കുറിച്ചാണ് അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞത്. PC വിഷ്ണുനാഥ് ഒരു KPCC വൈസ് പ്രസിഡന്റിന്റെ ചുമതലയിൽ നിന്നുകൊണ്ട് ആ ഒരു നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു, അദ്ദേഹം അവിടെ ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങുകയായിരുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതായത് മണ്ഡലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കാര്യമായി ഒന്നും അറിയില്ല എന്നുള്ളതായിരുന്നു പ്രതികരണം. അതിന് ഇന്ന് രാവിലെ PC വിഷ്ണുനാഥ് മറുപടി കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോന്നി മണ്ഡലത്തിൽ യോഗം വിളിച്ചത് പോലും ജനീഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടല്ല, അത് താൻ നേരിട്ട് ആവശ്യപ്പെട്ടാണ്. അവിടെ ക്യാമ്പുകൾ സന്ദർശിച്ചിരുന്നു. അവിടെ പ്രധാനമായി ഉന്നയിക്കപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് കർഷകർക്കുള്ള ആനുകൂല്യം മതിയാവില്ല എന്നുള്ളതാണ്. അത് പ്രകാരം ആ പരാതി കൂടി പരിഗണിച്ചുകൊണ്ടാണ് 25% കർഷകർക്കുള്ള ആനുകൂല്യം വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് ഒരു തരത്തിലും മനസാക്ഷിയുള്ളവർ രാഷ്ട്രീയ ആരോപണത്തിലേക്ക് കടന്നതിലാണ് അപ്പോൾ മന്ത്രി മറുപടിയുമായി വന്നിരിക്കുന്നത്.